കാലചക്രം അതിന്റെ ഓരോ ഭ്രമണത്തിലും പുതിയ പാഠങ്ങളും അനുഭവങ്ങളുമാണ് നമുക്കായി കരുതി വെക്കുന്നത്. 2026 ഏപ്രിൽ മാസം പിറക്കുമ്പോൾ പ്രപഞ്ചം ഒരു പുതിയ ഊർജ്ജ തന്ത്രത്തിലേക്ക് വഴിമാറുകയാണ്. ഭാരതീയ ജ്യോതിഷ പ്രകാരം വിജയത്തിന്റെ നക്ഷത്രം എന്നറിയപ്പെടുന്ന വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം കേവലം ഒരു കലണ്ടർ മാറ്റം എന്നതിലുപരി അവരുടെ ജീവിതത്തിലെ കഠിനാധ്വാനത്തിന്റെ വിളവെടുപ്പ് തുടങ്ങേണ്ട സന്ധിയാണ്. ആകാശഗംഗയിലെ 16ാമത്തെ നക്ഷത്രമായ വിശാഖം അതിന്റെ പേര് പോലെ തന്നെ വിശിഷ്ടമായ ശാഖയുള്ളത് അഥവാ വൈവിധ്യമാർന്ന കഴിവുകളാൽ അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ്. വിശാഖം നക്ഷത്രത്തിന്റെ അധിപൻ ദേവഗുരുവായ വ്യാഴമാണ്. ലക്ഷ്യബോധവും പതറാത്ത ചുവടുവെപ്പുകളുമാണ് ഈ നക്ഷത്രക്കാരുടെ മുഖമുദ്ര. ദേവേന്ദ്രനും അഗ്നിയും ഒന്നിക്കുന്ന ഇന്ദ്രാഗ്നിയാണ് ഈ നക്ഷത്രത്തിന്റെ ദേവതകൾ. ഇന്ദ്രന്റെ അധികാരവും അഗ്നിയുടെ ശുദ്ധീകരണ ശക്തിയും ഒരേപോലെ സമ്മേളിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ തടസ്സങ്ങളെ ചവിട്ടുപടികളാക്കാനുള്ള അപാരമായ കരുത്തുണ്ട്. 2026 ഏപ്രിൽ മാസത്തിലെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ നവഗ്രഹങ്ങൾ ഈ നക്ഷത്രക്കാരുടെ കരിയറിലും ധനസ്ഥിതിയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നതായി കാണാം. ലോകം സാമ്പത്തികമായും സാങ്കേതികമായും പുതിയൊരു ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് 2026. ഈ ആഗോള മാറ്റങ്ങൾക്കിടയിൽ വിശാഖം നക്ഷത്രക്കാർ എങ്ങനെ തങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നത് പ്രസക്തമാണ്. ഏപ്രിൽ മാസം ഭാരതീയർക്ക് വിഷുവിന്റെ ഐശ്വര്യമാണ് നൽകുന്നത്. സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന ഈ പുണ്യകാലം വിശാഖം നക്ഷത്രക്കാരുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. തുലാം രാശിയിൽ വരുന്ന ആദ്യ 3 പാദക്കാർക്കും വൃശ്ചികം രാശിയിൽ വരുന്ന അവസാന പാദത്തിനും ഈ ഗ്രഹമാറ്റങ്ങൾ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കും സമ്മാനിക്കുക. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കും കരിയറിലെ അനിശ്ചിതത്വങ്ങൾക്കും ഒരു അന്ത്യം കുറിക്കാൻ പ്രപഞ്ചം വഴിയൊരുക്കുന്ന മാസമാണിത്. എന്നാൽ ആകാശം എപ്പോഴും തെളിഞ്ഞു നിൽക്കില്ല എന്ന തിരിച്ചറിവും നമുക്ക് വേണം. ശനി പകർന്നു നൽകുന്ന പാഠങ്ങളും വ്യാഴത്തിന്റെ അനുഗ്രഹങ്ങളും ഒരേപോലെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഈ മാസത്തിൽ ജാഗ്രതയോടെയുള്ള ഓരോ നീക്കവും നിങ്ങളെ വലിയ വിജയങ്ങളിലേക്ക് നയിക്കും. വിശാഖം നക്ഷത്രക്കാർ പൊതുവെ ദീർഘവീക്ഷണമുള്ളവരാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ എടുത്തുചാട്ടം അവരുടെ പരാജയത്തിന് കാരണമാകാറുണ്ട്. 2026 ഏപ്രിലെ ഗ്രഹചാര പ്രകാരം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ വരുമാന മാർഗങ്ങൾ തെളിയുകയും ചെയ്യും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും സ്വന്തമായി ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ മോഹിക്കുന്നവർക്കും ഈ മാസം നൽകുന്ന സൂചനകൾ അതീവ പ്രധാനമാണ്. ലക്ഷ്യബോധത്തോടെയുള്ള പ്രയത്നം, കൃത്യമായ സാമ്പത്തിക ആസൂത്രണം, ഈശ്വരവിശ്വാസം എന്നിവ കൈമുതലാക്കിയിട്ടുണ്ടെങ്കിൽ 2026 ഏപ്രിൽ നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമായിരിക്കും. പ്രപഞ്ച ശക്തികൾ നിങ്ങൾക്കായി ഒരുക്കുന്ന ആ ധനയോഗം എന്താണെന്നും ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതെന്നും ജീവിത വിജയിയാകാൻ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. 2026 ഏപ്രിലിൽ വിശാഖം നക്ഷത്രക്കാരുടെ വരുമാന സ്രോതസ്സുകളിൽ ഗുണപരമായ മാറ്റങ്ങൾ ദൃശ്യമാകും. മാസത്തിന്റെ 2ാം പകുതിയിൽ, അതായത് സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന വേളയിൽ മുടങ്ങിക്കിടന്ന പണമോ പൂർവിക സ്വത്തോ കൈവരാൻ സാധ്യതയുണ്ട്. ലോട്ടറി, ഇൻഷുറൻസ് ക്ലെയിമുകൾ എന്നിവ വഴിയും ധനസഹായം ലഭിക്കാം. സർക്കാർ മേഖലയിലോ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവിനോ ബോണസിനോ ഉള്ള സാഹചര്യങ്ങൾ തെളിയും. ഏപ്രിൽ 14 ശേഷം സൂര്യൻ ഉച്ചനാകുന്നതോടെ നിങ്ങളുടെ വ്യക്തിപ്രഭാവം വർദ്ധിക്കുകയും അതുവഴി പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. ഈ സമയത്ത് ശുക്രന്റെ അനുകൂല നില കൂടി കണക്കിലെടുക്കുമ്പോൾ ആഡംബര വസ്തുക്കളിൽ നിന്നോ കമ്മീഷൻ വ്യവസ്ഥയിലുള്ള ജോലികളിൽ നിന്നോ വലിയ ലാഭം പ്രതീക്ഷിക്കാം. വിശാഖം നക്ഷത്രക്കാരുടെ കർമ്മരംഗത്ത് ഏപ്രിൽ മാസം സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന കാലമാണിത്. സ്ഥാനക്കയറ്റത്തിന് കാത്തിരിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകൾ കേൾക്കാം. പ്രത്യേകിച്ചും ബാങ്കിംഗ്, അധ്യാപനം, നിയമം, ഭരണനിർവഹണം എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം വളരെ നിർണായകമാണ്. പുതിയ വിസ അപേക്ഷകൾ നൽകുന്നതിനും ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നതിനും ഈ സമയം ഉചിതമാണ്. വ്യാഴത്തിന്റെ 9ാം ഭാവത്തിലെ സ്വാധീനം വിദേശയാത്രകൾ സഫലമാക്കും. വിദേശത്ത് നേരത്തെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് അവിടെ സ്ഥിര താമസത്തിനുള്ള PR അനുമതി ലഭിക്കാനും സാധ്യതയുണ്ട്. നിലവിലെ ജോലിയിൽ അതൃപ്തിയുള്ളവർക്ക് മാസാന്ത്യത്തോടെ മറ്റൊരു മികച്ച അവസരം തേടിവരും. എന്നാൽ എടുത്തുചാട്ടം ഒഴിവാക്കി കൃത്യമായ പ്ലാനിങ്ങോടെ മാത്രം ജോലി രാജിവെക്കുക. ഏപ്രിൽ മാസത്തിന്റെ ആദ്യ പകുതി പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ അല്പം വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ഏപ്രിൽ 20 ശേഷം തുടങ്ങുന്ന സംരംഭങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ലാഭമുണ്ടാക്കും. പ്രത്യേകിച്ച് കൃഷി, നിർമ്മാണ മേഖല, കയറ്റുമതി ഇറക്കുമതി ബിസിനസ്സുകൾ എന്നിവയിൽ മികച്ച മുന്നേറ്റമുണ്ടാകും. പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ തർക്കങ്ങൾ വലിയ നഷ്ടങ്ങളിലേക്ക് നയിക്കാതെ സൂക്ഷിക്കണം. കൺസൾട്ടന്റുമാർ, ഡോക്ടർമാർ, വക്കീലന്മാർ, കലാകാരന്മാർ എന്നിവർക്ക് സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും. നിങ്ങളുടെ കഴിവുകൾ പുറം ലോകം തിരിച്ചറിയുന്ന സമയമാണിത്.
കുടുംബത്തിൽ നടക്കുന്ന വിവാഹം, ഗൃഹപ്രവേശനം തുടങ്ങിയ ശുഭകാര്യങ്ങൾക്കായി വലിയൊരു തുക ചെലവാക്കേണ്ടി വരും. ഇത് സന്തോഷകരമായ ചെലവുകളായതിനാൽ മാനസിക സംതൃപ്തി നൽകും. രക്തസമ്മർദ്ദം, പ്രമേഹം അല്ലെങ്കിൽ ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ ചികിത്സയ്ക്കായി പണം മാറ്റിവെക്കേണ്ടി വരും. പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം. അപ്രതീക്ഷിതമായി വരുന്ന തീർത്ഥാടന യാത്രകളോ വിനോദയാത്രകളോ സാമ്പത്തിക ചെലവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായ ബജറ്റ് തയ്യാറാക്കി മുന്നോട്ട് പോകുന്നത് കടബാധ്യതകൾ ഒഴിവാക്കാൻ സഹായിക്കും. നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. എങ്കിലും ദീർഘകാല നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഭൂമിയിലോ വീടിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം വളരെ അനുകൂലമാണ്. ചൊവ്വയുടെ അനുകൂലാവസ്ഥ വസ്തു വാങ്ങുന്നതിൽ ലാഭം നൽകും. സ്വർണം, വെള്ളി അല്ലെങ്കിൽ മരുന്ന് കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകും. എന്നാൽ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം സ്വർണമായി സൂക്ഷിക്കുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. ഏപ്രിൽ മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് സ്വർണം വാങ്ങുന്നത് ഐശ്വര്യം കൊണ്ടുവരും. വിശാഖം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമായതിനാൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും മഞ്ഞ വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. തടസ്സങ്ങൾ നീങ്ങാനായി മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതോ മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ദാനം ചെയ്യുന്നതോ വ്യാഴപ്രീതിക്ക് ഉത്തമമാണ്. വ്യാഴമന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. വിശാഖം നക്ഷത്രക്കാർക്ക് ശനിയുടെ സ്വാധീനം സാമ്പത്തികമായ ചില വെല്ലുവിളികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ശനീശ്വര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, എള്ളെണ്ണ വിളക്ക് കത്തിക്കുക, നീലം ധരിക്കുന്നത് ചിലർക്ക് ഗുണകരമാണ്. എന്നാൽ ജ്യോതിഷ വിദഗ്ധന്റെ ഉപദേശം തേടിയ ശേഷം മാത്രം ഇത് ചെയ്യുക. ശനിയാഴ്ചകളിൽ ഉഴുന്ന്, എള്ള് തുടങ്ങിയ ദ്രവ്യങ്ങൾ ദാനം ചെയ്യുക. കാക്കകൾക്ക് ഭക്ഷണം നൽകുന്നത് ശനിദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുക. അരയാൽ മരത്തെ പ്രദക്ഷിണം ചെയ്യുന്നതും വെള്ളമൊഴിക്കുന്നതും നല്ലതാണ്. വ്യാഴാഴ്ചകളിൽ മഞ്ഞൾ, കടലമാവ് കൊണ്ടുള്ള പലഹാരങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ്. നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് എല്ലാ ഗ്രഹദോഷങ്ങളെയും ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സഹായിക്കും. ദിവസവും നവഗ്രഹ സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ്. വീട്ടിൽ അക്ഷയപാത്രം ഉണ്ടെങ്കിൽ കുബേരയന്ത്രം സ്ഥാപിച്ച് പൂജിക്കുന്നത് ധനവർദ്ധനവിന് സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇത് ധനം ആകർഷിക്കുന്നതിനും വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കുന്നതിനും സഹായിക്കും. നിങ്ങളുടെ ഇഷ്ടദേവന് ക്ഷേത്രങ്ങളിൽ അഭിഷേകങ്ങളും അർച്ചനകളും നടത്തുന്നത് മനസമാധാനം നൽകുകയും നല്ല ചിന്തകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ധനലഭ്യതയ്ക്കായി ദേവീക്ഷേത്രങ്ങളിൽ കുങ്കുമാർച്ചന നടത്തുന്നത് നല്ലതാണ്. ഈ ദോഷപരിഹാരങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇവയെല്ലാം ചെയ്യുന്നതിന് മുൻപ് ഒരു ജ്യോതിഷ വിദഗ്ധനുമായി ആലോചിച്ച് നിങ്ങളുടെ ജാതകമനുസരിച്ചുള്ള പ്രത്യേക പരിഹാരങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും. പരിഹാരങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആസൂത്രണവും ഉണ്ടായിരിക്കണം. ഏപ്രിൽ 1-ാം വാരം സാമ്പത്തികമായി സ്ഥിരതയുള്ള കാലമാണ്. പുതിയ പ്ലാനുകൾ തയ്യാറാകും. കടങ്ങൾ തിരിച്ചു ലഭിക്കാൻ സാധ്യത കാണുന്നു. 2-ാം വാരം കരിയറിൽ ചില സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാം. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പണം ചെലവാകും. 3-ാം വാരം ഏറ്റവും മികച്ച സമയമാണ്. വിഷുവിന് ശേഷമുള്ള ഈ ആഴ്ചയിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമാണ്. 4-ാം വാരം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. മാസാവസാനം സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. 2026 ഏപ്രിൽ മാസം വിശാഖം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയ കുതിച്ചുചാട്ടത്തിനുള്ള അടിത്തറ പാകുന്ന സമയമാണ്. തുലാം രാശിയിലുള്ളവർക്ക് വ്യാഴത്തിന്റെ ആനുകൂല്യം വലിയ സൗഭാഗ്യങ്ങൾ നൽകുമ്പോൾ വൃശ്ചികം രാശിയിലുള്ളവർ അല്പം കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. എങ്കിലും ശരിയായ ആസൂത്രണവും ഈശ്വരവിശ്വാസവും ഉണ്ടെങ്കിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക മാസങ്ങളിൽ ഒന്നായി മാറും. ധനലബ്ധിയേക്കാൾ ധനവിനിയോഗത്തിൽ ശ്രദ്ധാലുവാവുക എന്നതാണ് ഈ മാസത്തെ പ്രധാന സന്ദേശം. അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കി നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഭാവി സുരക്ഷിതമാക്കാം.